പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രത്യേകമായ വിധത്തില് ഈ നവംബർ മാസത്തിന്റെ അവസാന ദിവസത്തില് നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെ തലമുറയുടെ വീടിന്റെ മണ്ണിന്റെ ഒക്കെ പരിപൂർണമായ സൗഖ്യത്തിനും അഭിഷേകത്തിനും ശക്തിക്കും വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മരിച്ചുപോയവരെയൊക്കെ നമ്മൾ പ്രത്യേകം ഓർത്ത് ഈ മാസം വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ശുദ്ധിരാത്മാക്കളെ നമ്മൾ പ്രത്യേകം ഓർത്തുകൊണ്ട് ശുദ്ധിര സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും വീണ്ടെടുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന, കൃപാവര സമൃദ്ധിയാൽ നിറയ്ക്കുന്ന, ജീവന സമൃദ്ധിയിൽ നിറയ്ക്കുന്ന വലിയ അഭിഷേകമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പ്രത്യേകമായ വിധത്തില് കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ഈ മാസത്തിന്റെ വലിയ അഭിഷേകത്തിൽ നിറഞ്ഞ് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടു കൊടുക്കുന്ന ബലികള്, ഈ നവംബർ മാസത്തില് സ്വർഗത്തിലേക്ക് ഉയർത്തിയ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള്, സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകള് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറയെ സൗഖ്യത്തിന്റെ ശക്തിയാല്, വിടുതലിന്റെ ശക്തിയാല്, ജീവന്റെ സമൃദ്ധിയാല്, രക്ഷയുടെ സമൃദ്ധിയാല് നിറച്ചനുഗ്രഹിക്കണമേ എന്ന് തീഷ്ണമായിട്ട് നമുക്കിന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ മാസം മുഴുവനും മുടങ്ങാതെ കർത്താവിന്റെ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മെ കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനും മനസാന്തരത്തിലൂടെ കർത്താവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കർത്താവിന്റെ കരുണ രക്ഷാകര ബലി സ്വന്തമാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മുടെ ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമ്മൾ നാളെ മുതല് ഡാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ ആരംഭിക്കണം. ഉപവസിച്ച് ഒത്തിരിയേറെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് കർത്താവിന്റെ സന്ദേശം അനുസ്മരിച്ചുകൊണ്ട് ദാനിയേൽ പ്രവാചകന്റെ ശക്തമായ മാധ്യസ്ഥത്തില്, സഹായത്തില്, മാതൃകയില് ശക്തമായ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച് ഉപവാസ പ്രാർത്ഥന നമ്മൾ നാളെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. ഉപവാസം എടുക്കാൻ പറ്റുന്ന മക്കൾ ഉപവാസം എടുക്കുക. നോമ്പ് നോക്കാൻ പറ്റുന്ന മക്കൾ നോമ്പ് നോക്കുക. ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ മൊബൈൽ അടിമത്വങ്ങള്, വേണ്ടാത്ത മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഈ 21 ദിവസം ത്യാഗമെടുത്ത് പലതും ഉപേക്ഷിച്ച് നോമ്പെടുത്ത് പ്രാശ്ചിത്യം ചെയ്ത് പരിഹാരം ചെയ്ത് നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ദാനിയേലിനെ പോലെ 3 ആഴ്ചക്കാലം കർത്താവിന് മുമ്പില് നോമ്പ് നോക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ വലിയ മാതൃകയില് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദാനിയേലിന്റെ പ്രാർത്ഥന സ്വീകരിച്ചതൊക്കെ നമ്മൾ ചിന്തിക്കും, ധ്യാനിക്കും. ദൈവം ഇടപെട്ടത്, ദൂതനെ അയച്ചത്, കർത്താവിന് തന്റെ ശക്തി പ്രകടമാക്കാൻ ദാനിയേല് ചെയ്ത പ്രവൃത്തികള്, ഇതെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമ്മൾ ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് 21 ദിവസം നീണ്ടു നിൽക്കുന്ന, 3 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ്. ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവിനെ സ്വന്തമാക്കി സ്വീകരിക്കാൻ, കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട്
ഇമ്മാനുവേൽ കൂടെ വസിക്കുന്ന കർത്താവിനെ അതുപോലെ ചേർത്ത് പിടിക്കാനൊക്കെ ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് ഇടയാകട്ടെ. പിശാചിന്റെ ആധിപത്യങ്ങൾക്കെതിരെ, ദേശത്തിന്റെ അരൂപികൾക്കെതിരെ, ഇന്ന് ദേശത്ത് നിറയപ്പെട്ടു നിൽക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ. ഈ മാസം നമുക്ക് പ്രാർത്ഥിക്കാം. ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡിസംബർ മാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മാസം ഒത്തിരി കൺവെൻഷനുകളും ധ്യാനങ്ങളും ദിവ്യകാരുണ്യ യാത്രകളും ജെറിക്കോ പ്രാർത്ഥനയും അതോടൊപ്പം ആദ്യവെള്ളി രണ്ടാം ശനി കൺവെൻഷൻ നിറയപ്പെട്ടു നിൽക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മൾ 1-ാം തീയതി മുതൽ ഇത്തിത്താനത്ത് 4 ദിവസം കൺവെൻഷനാണ്. 7 മുതൽ 11 വരെ കുത്രപ്പള്ളി ചങ്ങനാശ്ശേരി അവിടെ കൺവെൻഷനാണ്. പിന്നെ നമ്മൾ രണ്ടാം ശനി കൺവെൻഷൻ, ഇവിടെ 2 ധ്യാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ യാത്രകള്, ശക്തമായ ഉപവാസ പ്രാർത്ഥനയുടെ കരുത്തും കൺവെൻഷനും ദിവ്യകാരുണ്യ യാത്രകളും ഈ മാസത്തില് നമുക്ക് അഭിഷേകത്തോടു കൂടി ചെയ്യണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. തിന്മയ്ക്കെതിരെ പോരാട്ടം. നമുക്കറിയാം, പോരാട്ടം എപ്പോൾ നിർത്തുന്നുവോ അപ്പോൾ ശത്രു പ്രബലമാകും. നമുക്ക് പോരാട്ടം നിർത്താൻ സമയമില്ല, അതോർത്തോണം. ശത്രു പ്രബലനാണ്, ശത്രു എപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പോരാട്ടം കുറയാൻ പാടില്ല. പോരാട്ടം കുറഞ്ഞാൽ ശത്രു കയറി അടിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിലാണ്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓട്ടം പൂർത്തിയാക്കി. നമ്മൾ യുദ്ധത്തിലാണ്, ആത്മീയ പോരാട്ടത്തിലാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. എവരി ഡേ ഈ പോരാട്ടം നമ്മൾ തുടരണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മടുത്തിരിക്കാനോ ക്ഷീണിച്ചിരിക്കാനോ അലസമായിരിക്കാനോ അശ്രദ്ധമായിരിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് അവസാന ദിവസം എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പോരാട്ടം അതിശക്തിയോടെ തുടരുന്ന നാളെ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഡാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ദിവ്യകാല സന്നദ്ധിയിൽ നമുക്കായിരിക്കാം. മക്കളെ അയച്ചു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ നവംബർ മാസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മാസം മുഴുവനും മുടങ്ങാതെ ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അപ്പന്റെയും അമ്മയുടെയും കൈവഴികളിലുള്ള എല്ലാ പൂർവികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ശുദ്ധീനാത്മാക്കളുടെ മേല്, മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ മേല് നിങ്ങളുടെ വലിയ കരുണ അതിന്റെ പൂർണ്ണതയിൽ ചൊരിയണമേ എന്ന് ഈ നവംബർ മാസത്തിലെ അവസാനത്തെ ദിനത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, ശുദ്ധീന സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ വലിയ കൃപ ചൊരിയണമേ, കരുണ ചൊരിയണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താല്, തിരുമുറിവിന്റെ ശക്തിയാല്, പാപപരിഹാര കുരിശുമരണത്തിന്റെ യോഗ്യതയാല് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ, ശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവേ, ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ വലിയ സൗഖ്യത്തിലേക്ക്, വലിയ സമാധാനത്തിലേക്ക്, വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് അങ്ങ് ആനയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകൾക്കും അനുഭവിക്കാനായിട്ട്, കാണാനായിട്ട് ഈശോയെ ഇടയാക്കത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവേ. വലിയ ദാഹത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും തലമുറയും പാരമ്പര്യവും വിശുദ്ധീകരിക്കപ്പെടട്ടെ, വീണ്ടെടുക്കപ്പെടട്ടെ. എല്ലാ കുടുംബവൃക്ഷങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ മരിച്ചുപോയ ആത്മാക്കളും സൗഖ്യ ശക്തിയാൽ നിറയപ്പെട്ട് രക്ഷയെ കൈവരിക്കുവാൻ ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ കടന്നു വന്ന പല മേഖലകൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ അവസാനിക്കട്ടെ. സാത്താന്റെ അവകാശങ്ങൾ അവസാനിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നിറയട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ പരിപൂർണമായ സൗഖ്യത്തിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കും. മക്കളെ, നമ്മൾ ഈ പോരാട്ടം തുടരുകയാണ്. ശത്രു പ്രബലനാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടം ഒരിക്കലും നമ്മൾ കുറയ്ക്കാൻ പാടില്ല. നാളെ മുതൽ ആരംഭിക്കുന്ന ഡാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിനെ ഒരു നിമിഷം ദിവ്യാനുസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉപവാസത്തിലൂടെ, പ്രാശ്ചിത്വത്തിലൂടെ ദാനിയേലിന്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് 21 ദിവസം 3 ആഴ്ചക്കാലം നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ,
കാർമൽ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങയുടെ വൈദികനെ, പുരോഹിതനെ, അഭിഷിക്തനെ അഭിഷേകം ചെയ്യണമേ. സഹായിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കാർമൽ മീഡിയയെ അഭിഷേകം ചെയ്യണമേ. അനേക മക്കൾ കൂട്ടിച്ചേർക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷ അനേക ആയിരങ്ങളിലേക്ക് എത്തട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവ്. ഇത് ഷെയർ ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഇത് അനേക മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, മുടങ്ങാതെ നിരന്തരം പങ്കെടുക്കുന്ന മക്കളെ ഈ പോരാട്ടത്തിൽ ശക്തിപ്പെടുത്തണമേ. പുതിയ ആയുധങ്ങൾ ധരിപ്പിക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. ധൈര്യപ്പെടുത്തണമേ. വിജയം നൽകണമേ കർത്താവേ. ശത്രുവിനെ തോൽപ്പിച്ച് വിജയം കൈവരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനുവേണ്ടി ദാനിയേൽ പ്രയറിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ കർത്താവിന്റെ സന്നദ്ധിയിൽ അയോഗ്യദാസനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂടുതൽ അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ, ലോകാരൂപിയിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ് കർത്താവിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ അഭിഷിക്തനെ ബലപ്പെടുത്തണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവ് മക്കൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവെ. ഈ ശുശ്രൂഷയൊക്കെ എഡിറ്റ് ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്വിൻ ബ്രദറിനെ ഓർത്ത് നന്ദി പറയുന്നു. സഹായിക്കുന്ന ക്രിസിനെ ഓർത്ത് നന്ദി പറയുന്നു. ശുശ്രൂഷ സഹായിക്കുന്ന അനേക മക്കളുണ്ട്, അവരെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ സഹായിക്കുന്ന അനേക മക്കൾ, പ്രാർത്ഥനയിലൂടെ സാമ്പത്തികമായും ഇവിടെ വന്നും പ്രാർത്ഥിച്ചു സഹായിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവെ. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിച്ച മക്കളെ, ഈ ആലയത്തെ സഹായിക്കുന്ന അനേക മക്കൾ, ശുശ്രൂഷകൾ മുന്നോട്ട് പോകാൻ, ധ്യാനം മുന്നോട്ട് പോകാൻ, ദിവ്യകാരണ യാത്ര മുന്നോട്ട് പോകാൻ ഒത്തിരി സഹായം വേണം. അതിനുവേണ്ടി സഹായിക്കുന്ന മക്കള്, സാമ്പത്തികമായിട്ട് പ്രാർത്ഥനയിലൂടെ ഇവിടെ വന്ന് സഹായിക്കുന്ന മക്കള്, കൂട്ടായ്മയിലുള്ള മക്കള്, മധ്യസ്ഥ പ്രാർത്ഥന വഹിക്കുന്ന മക്കള്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി ഈ നവംബർ മാസത്തിന്റെ എല്ലാ കൃപകളും അതിന്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും ചൊരിഞ്ഞ് ഈ നവംബർ മാസത്തിന്റെ അഭിഷേകത്തിന്റെ പൂർണ്ണതയിൽ ഞങ്ങളെ, ഞങ്ങളുടെ തലമുറയെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ കാർമൽ ധ്യാന കേന്ദ്രത്തിനും അയോഗ്യദാസനായ എനിക്കും നാളെ മുതൽ ആരംഭിക്കുന്ന ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിനും ഉന്നതമായ അഭിഷേക ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ നയിച്ചതിനെ ഓർത്ത്, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത്, കുറവുകളും പോരായ്മകളും വീഴ്ചകളും ഒക്കെ കരുണയോടെ കർത്താവെ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ക്ഷമിച്ചും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നിടത്ത് നന്ദി പറയുന്നു. നാളെ മുതലുള്ള ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ ആത്മാർത്ഥമായിട്ട് പങ്കുചേരാൻ ഞങ്ങൾക്കിടയാകട്ടെ. യുദ്ധം മുറുകട്ടെ, പോരാട്ടം മുറുകട്ടെ, ശത്രു പരാജയപ്പെടട്ടെ. ആമേൻ.